മോളിവുഡിന്റെ KGF ആയിട്ടുള്ള മാർക്കോ എന്ന ഫിലിമിലെ ഉണ്ണി മുകുന്ദന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ മോളിവുഡിലെ ആക്ഷൻ ഹീറോ യാഷ ആയിട്ട് മാറും നമ്മുടെ ഉണ്ണി മുകുന്ദൻ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ആശാന മാർക്കോയ്ക്ക് ശേഷമുള്ള ലൈനപ്പുകൾ എടുക്കുന്ന സമയത്ത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ഫിലിംസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള മിണ്ടിയും പറഞ്ഞു എന്നുള്ള സിനിമ അടക്കം വളരെ ഫീൽ ഗുഡിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാർക്കോ എന്ന അത്രയും സക്സസ്ഫുൾ ആയിട്ടാണ് ഒരു ആക്ഷൻ ഫിലിമിന് ശേഷം ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ? മാർക്കോ എന്ന സിനിമയ്ക്കകത്ത് ഉണ്ണി മുകുന്ദനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മളെ മോളിവുഡിൽ ഉള്ള തന്നെ മറ്റ് ഏത് ആക്ടേഴ്സിനെ എടുത്ത് അവിടെ പ്ലേസ് ചെയ്താലും ഉണ്ണി മുകുന്ദൻ ചെയ്ത പോലത്തെ ഒരു സ്വാഗും ആ ഒരു ഓറയും കിട്ടില്ല. ആ ഒരു സിനിമയ്ക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കണ്ടന്റിന് അത്രയും സൂട്ടായിട്ടുള്ള ഒരു ആക്ടർ ആയിരുന്നു ഉണ്ണി മുകുന്ദൻ. അതിപ്പോൾ ഫിസിക് വൈസ് ആയാലും ആ ഒരു ആക്ടർ പെർഫോം ചെയ്യുന്ന രീതി ആയാലും, കാരണം ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിൽ ഉണ്ണി മുകുന്ദനെ അല്ലാതെ വേറൊരാളെ ഇപ്പോൾ നമുക്ക് ആ ഒരു സിനിമ കണ്ടതിന് ശേഷം മറ്റൊരു ഫിലിമിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ബ്രൂട്ടലും അത്രയും കിടിലുമായിട്ട് തന്നെ ഉണ്ണി മുകുന്ദൻ ആ ഒരു ക്യാരക്ടറിനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഹ്യൂജ് സക്സസ് കറക്റ്റായിട്ട് അത് യൂസ് ചെയ്ത് വരാനുള്ളതിന് പകരം ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യുന്ന സിനിമകളെല്ലാം വളരെ ലോ ആയിട്ടുള്ള സിനിമകളാണ്. അതായത് ഈ ഒരു സിനിമയിൽ നിന്ന് എൻ്റയറായി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഐറ്റം സിനിമകളാണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് തന്നെ അറിയാം ഈ ഒരു ആക്ടർ ഒരു ഹീറോ മെറ്റീരിയലിലേക്ക് പോവേണ്ട ഒരാൾ നേരെ തിരിഞ്ഞ് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ മാർക്കോയിലൂടെ കിട്ടിയ ഒരു സ്റ്റാർഡോ അല്ലെങ്കിൽ ആ ഒരു ഫാൻസിൻ്റെ അത്രയും പവർ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർ കറക്റ്റായിട്ട് വിനിയോഗിക്കാതെയാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തൻ്റെ കരിയർ തന്നെ ഇപ്പോൾ ഒരു റോങ് വേയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മാർക്കോ കഴിഞ്ഞതിന് ശേഷം മാർക്കോ പോലെ തന്നെ വേണമെന്നില്ല സ്റ്റാർ മെറ്റീരിയലിൻ്റെ പവർ കിട്ടുന്നത്, അതല്ലെങ്കിൽ ആ ഒരു സ്വാഗും ആക്ഷനും ഒക്കെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് മാസ് അപ്പീലുള്ള സിനിമകളാണ് നിരന്തരം ഇപ്പോൾ നമ്മുടെ ഉണ്ണി മുകുന്ദൻ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഫിലിം അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിപ്പോൾ സക്സസ്സോ ഫ്ലോപ്പോ എന്തോ ആവട്ടെ, മാർക്കോയ്ക്ക് ശേഷം വരുന്ന ഒരു ആക്ഷൻ ഫിലിമാണ് ഉണ്ണി മുകുന്ദൻ വെച്ചതെന്നുള്ള ഒരു ടാഗ് ലൈൻ മാത്രം മതി മാർക്കോയ്ക്ക് കിട്ടിയതിൻ്റെ ഒരു ഏകദേശം അത്യാവശ്യം ആ ഒരു പവർ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് തന്നെ ഈ രണ്ടാമത്തെ സിനിമയ്ക്ക് കിട്ടും. കാരണം ആ ഒരു അവസരം ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ കളഞ്ഞിരിക്കുകയാണ്. അതല്ലെങ്കിൽ ആ രീതിയിലാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ സിനിമകൾ എടുത്തിരിക്കുന്നത്. ആ വന്ന 2 സിനിമകളും ആരും അറിഞ്ഞു പോലും ഇല്ല, ആ രീതിയിലാണ് അത് പോയിരിക്കുന്നത്. അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യുമ്പോൾ അത് ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ ഹീറോയെ തന്നെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ഒരു ഇമോഷണൽ റോൾ ചെയ്യുമ്പോൾ വരുന്ന ഒരു വീക്ക്നെസ് ഉണ്ട്. ആക്ഷൻ ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ചാണ് വരുന്നത്. ആക്ഷൻ ചെയ്യാൻ ഇതിലും ബെസ്റ്റ് ഒരു ആക്ടർ വേറെ നമുക്ക് മോളിവുഡിൽ പെട്ടെന്ന് കിട്ടില്ല. അതേസമയം ഇമോഷണൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു രീതിയിലൊരു കിടിലം ആക്ടറാണെന്നുള്ള രീതിയിൽ പറയാനും പറ്റില്ല. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഒന്നും കണ്ടിട്ടുമില്ല. ഭീകരമായിട്ടുള്ള ആക്ടിങ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ചില സിനിമകളിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് ആ ഒരു ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്ന വെച്ചിട്ട് നമുക്കൊരു ടെൻഷൻ അല്ലെങ്കിൽ നമുക്കൊരു റിലേറ്റബിൾ ആവും. അതിൻ്റെ പേരിൽ നമുക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. അതല്ലാത്ത പക്ഷം ഉണ്ണി മുകുന്ദൻ എന്ന ആക്ടർ ഇമോഷണൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അതേസമയം ഇതുപോലുള്ള ആക്ഷൻ ഹീറോ മാസ് സിനിമകൾ അല്ലെങ്കിൽ മാർക്കോ പോലുള്ള അത്രയും ബ്രൂട്ടലായിട്ടുള്ള സിനിമകളിലൊക്കെ വേറൊരാളെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഉണ്ണി മുകുന്ദൻ അവിടെ പ്ലേസ് ആവുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ സെലക്ട് ചെയ്യേണ്ട അത്തരത്തിലുള്ള സിനിമകളായിരുന്നു. ഇനി അങ്ങോട്ട് സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെയുള്ള സിനിമകൾ സെലക്ട് ചെയ്താൽ മാത്രമേ ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാറിൻ്റെ വാല്യൂ ഉയർന്നു വരുള്ളൂ. അവർ ആ ഒരു മാർക്കോയ്ക്ക് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും അവർ തമ്മിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ വൈസ് ആയാലും ആക്ടർ വൈസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പക്ഷേ ആ ഒരു മാർക്കോ 2 എന്നുള്ള രീതിയിലൊക്കെ പല സിനിമകളുടെ കാര്യം വന്നപ്പോഴും അങ്ങനെ കുറേ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ വന്നേ. മാർക്കോ 2 ഇല്ല എന്നൊക്കെ പറഞ്ഞതും പിന്നെ പ്രൊഡക്ഷൻ വന്ന് മാർക്കോ 2 ഉണ്ടാവും എന്നുള്ള രീതി പറഞ്ഞതും അടുത്ത് വരാൻ പോകുന്നത് ആ ഒരു പ്രൊഡക്ഷൻ്റെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റിൻ്റെ അടുത്ത് വരാൻ പോകുന്ന സിനിമ കാട്ടാളനാണ്. അതും ഈ പറയുന്ന പോലെ നമ്മുടെ മാർക്കോയിൽ ഉണ്ടായിരുന്ന ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും അതിനകത്തുണ്ട്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഹിൻഡ് മാർക്കോ 2 ആയിട്ട് കണക്ട് ചെയ്ത് ഈ സിനിമയ്ക്കകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ആ വേൾഡിൽ നടക്കുന്ന കഥയോ അല്ലെങ്കിൽ ആ വേൾഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കഥകളോ ഒക്കെ ആയിരിക്കും ഈ കാട്ടാളൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മമ്മൂക്കായി ഒത്ത് ഒരു സിനിമ, ഖാലിദ് റഹ്മാൻ പ്ലസ് മമ്മൂക്ക ക്യൂബ്സ്, ഇവർ 3 പേരും കൂടെ ഒന്നിക്കുന്ന അടുത്ത സിനിമ. അവരാണെങ്കിൽ നല്ല രീതിയിൽ സിനിമകളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. നമ്മളെപ്പോലുള്ള ഓഡിയൻസിൻ്റെ ആ ഒരു റെസ്പോൺസ് മനസ്സിലാക്കി അതനുസരിച്ചുള്ള സിനിമകൾ ചെയ്യാനാണ് അവർ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ ഒരുപാട് പേരെ ഈ പറയുന്ന കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് ആയിട്ടേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസേഴ്സ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഹനാൻഷ ഉൾപ്പെടെ അവരൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന അവരുടെ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. അതിനെ ആ സിനിമയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ആ ഒരു മാർക്കറ്റിംഗ് ടീം ചിന്തിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ്.
ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളെ നമ്മളെ സിനിമയ്ക്കകത്തൊരു ഭാഗമാക്കുക. ആ ഭാഗമാക്കുന്ന സമയത്ത് ഈ ഒരു ഹ്യൂജ് ഓഡിയൻസും കൂടി ആ സിനിമയ്ക്കുള്ളിലേക്ക് വരും കാണാനായിട്ട്. അപ്പോൾ ആ ഒരു ആക്ടറിന് പുറമെ ഇത്തരത്തിലുള്ള ഒരു ടെക്നിക്കും കൂടെ അവർ യൂസ് ചെയ്തു മാർക്കറ്റിങ്ങിന്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിംഗ് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു മാർക്കോ 2 തന്നെ ഉണ്ണിമുകുന്ദനെ വെച്ച് തന്നെ ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഉണ്ണിമുകുന്ദൻ എന്ന സ്റ്റാറിൻ്റെ ആ ഒരു വാല്യൂ ഏത് രീതിയിൽ പോകുമെന്ന് നമുക്കൊന്ന് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അതല്ലെങ്കിൽ പോലും ഇപ്പോൾ മാർക്കോ 2 എന്തായിരിക്കും സംഭവിക്കുക? ലോർഡ് മാർക്കോ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ യഷിനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. യഷാണ് ലോർഡ് മാർക്കോ ആയിട്ട് വരുന്നു എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും നടക്കാൻ ചാൻസ് ഉണ്ട്. യഷ് ഇപ്പോൾ ഓൾറെഡി ടോക്സിക്കിൻ്റെ ഇതിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓൾറെഡി KGF ഉള്ളൊരു സിനിമ അവിടെ ചെയ്തതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ളൊരു സിനിമ സെലക്ട് ചെയ്യുമെന്നുള്ള അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്നുള്ള ഡൗട്ടുമാണ്. പക്ഷേ ക്യൂബ്സിനെ പോലത്തെ ഇത്രയും പ്രൊമോഷണൽ പവറുള്ള ആ ഒരു ടീം ഒരു പക്ഷേ അവർ അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ നടക്കുമായിരിക്കാം. ഓപ്പർച്യൂണിറ്റീസിനെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ അടുപ്പിച്ച് തന്നെ 2 സിനിമകൾ ഫീൽ ഗുഡ് പോലെ, ആ 2 ഫീൽ ഗുഡ് പടങ്ങളും സത്യത്തിൽ ആര് എന്താണെന്ന് പോലും അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ പോവേണ്ട ആക്ടർ അല്ലായിരുന്നു. കാരണം ആ ഒരു മാർക്കോ സക്സസ് ആയ സമയത്തുണ്ടായ ഒരു ഓളവും ഒരു ഫാൻ ബേസും അത്രയും ഹ്യൂജ് പവറിൽ നിന്നത് പെട്ടെന്നൊന്ന് ഇടിഞ്ഞു പോയി. അപ്പോൾ ഇനിയും ടൈമുണ്ട്. കാരണം ഇനി ഒരു ആക്ഷൻ പാക്ഡ് ഫിലിം ഒന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ണിമുകുന്ദൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ആ ഫാൻ ബേസ് ഇടിച്ച് കയറും. മോളിവുഡിൻ്റെ ഒരു ആക്ഷൻ കിങ് അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ എന്ന് ഒരു ടാഗ് ലൈൻ കൊടുത്ത് ഇറക്കാൻ പറ്റിയ ഒരാൾ അതിപ്പോൾ ഉണ്ണിമുകുന്ദൻ തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ആൻ്റണി വർഗീസ് പെപ്പയൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു ഗണത്തിൽപ്പെടുന്ന ആണെങ്കിൽ പോലും ആ ഒരു സ്റ്റാർ വാല്യൂ കുറവായിരുന്നു. പക്ഷേ ആ ഒരു സ്റ്റാർ മെറ്റീരിയലും കൂടെ ഉള്ള എല്ലാ രീതിയിലും കറക്റ്റായിട്ടുള്ള മാച്ചായ ഒരാൾ അത് ഉണ്ണിമുകുന്ദനായിരുന്നു. അപ്പോൾ ആ ഉണ്ണിമുകുന്ദന് ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള ഒരു ക്യാരക്ടർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മോളിവുഡിന് റൈറ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഡിസർവിങ് ആയിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു ലൈനപ്പ് ഉണ്ടാക്കി എടുക്കേണ്ട സമയത്ത് ഇങ്ങനെയുള്ള സിനിമകൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യണമെന്നുള്ളത് മാത്രം നമുക്കറിയുന്ന കാര്യമല്ല. ഇനി എന്തായാലും ഉണ്ണിമുകുന്ദനെ മാർക്കോ പോലത്തെ എന്ന് പറയുന്നില്ല, മാർക്കോയിൽ ചെയ്ത പോലത്തെ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു പടം ഉണ്ണിമുകുന്ദൻ്റെ ബേസിൽ വന്നു കഴിഞ്ഞാൽ സംഭവം തിരിച്ച് കത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ കിങ് ആയിട്ട് കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേ ഇതുപോലുള്ള ഫീൽ ഗുഡ് പടങ്ങൾ ചെയ്യുന്നത് കാണാനാണോ ആഗ്രഹിക്കുന്നത്? മറ്റ് സിനിമകൾ വെച്ച് നമുക്ക് ആ ഒരു ഇമോഷണൽ സൈഡും അല്ലെങ്കിൽ ഫണ്ണി സൈഡും ഒക്കെ നോക്കുന്ന സമയത്തും അവർക്ക് പറ്റിയ റോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. അത് ഉണ്ണിമുകുന്ദനെ വെച്ച് നോക്കുമ്പോൾ ആക്ഷൻ റോൾസ് തന്നെയാണ്, അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു ടൈപ്പ് റോളുകൾ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉണ്ണിമുകുന്ദനെ ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഒരു ചെറിയ വീഡിയോയിൽ ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും ന്യൂ ഇയർ ആണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എല്ലാവരും ചൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഉണ്ണിമുകുന്ദൻ ഇനിയും വിചാരിച്ച നല്ല കിടിലം പടങ്ങൾ കൊണ്ടുവരാൻ പറ്റും. റീസെൻ്റ്ലി ചെയ്ത രശ്മിക മന്ദാനയുടെ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതിലേക്ക് ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.